ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയിൽ നിങ്ങൾ പഠിക്കേണ്ട എസ്സേ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ലൈവിലും മറ്റൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. മീൻസ് എസ്സേ ആയിട്ട് ചോദിക്കുക ഏതാണ്, ഈ ചാപ്റ്ററിലെ എസ്സേ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ല പരിചയപ്പെടുന്നത്, കുറച്ച് ടോപ്പിക്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഏതൊക്കെ ഏരിയ നിങ്ങൾ എസ്സേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ മറ്റ് ആൻസർ ചെയ്യുന്നത് പോലെയല്ല, കൃത്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ അതിന് വേണം എന്നുള്ളതാണ്. കാരണം 8 മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിന് എന്ത് വേണം? ഒരു സ്ട്രക്ചർ ഉണ്ട്. എസ്സേ എഴുതാൻ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ എല്ലാ പോയിന്റ്സുകളും ചിലപ്പോൾ വലിയ ടോപ്പിക്കൊക്കെ ആയിരിക്കും എന്തിൽ തന്നിട്ടുണ്ടാവുക, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട പോയിന്റിൽ എത്തിയിട്ടില്ലെങ്കിലും അവിടെയും നമുക്ക് എന്ത് നഷ്ടമാവും? മാർക്ക് നഷ്ടമാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വലുതാക്കാതെ, എന്ന് വെച്ചാൽ വലുപ്പം കുറഞ്ഞു പോകാത്ത രീതിയിലൊക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എസ്സേ എഴുതി ഫലിപ്പിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ പൊതുവേ എസ്സേ ആയിട്ട് ചോദിച്ചു വരാറുള്ളത് ഈ പറഞ്ഞ കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനം നമുക്ക് പലപ്പോഴും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുവരാറുള്ള ചോദ്യമാണ്. സാമാന്യ ബോധജ്ഞാനം ഒറ്റയ്ക്കല്ല, അത് വെച്ചൊരു കമ്പാരിസൺ ഒക്കെ പലപ്പോഴും നമുക്ക് എസ്സേ ആയിട്ട് ചോദ്യം കാണാറുണ്ട്. അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ളത് ഒരു 6 മാർക്ക് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് എസ്സേ എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ്. മറ്റ് സമൂഹശാസ്ത്ര വിഷയങ്ങളുമായിട്ട് സമൂഹശാസ്ത്രത്തിന് എങ്ങനെയാണ് ബന്ധം എന്നുള്ള ആ ഒരു ഏരിയ. അതിൽ എസ്പെഷ്യലി നിങ്ങൾ സൈക്കോളജി, ആന്ത്രപ്പോളജി ആ ഒരു വിഷയങ്ങളൊക്കെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അതായത് 6 മാർക്കിനൊക്കെ 8 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് സൈക്കോളജി, ആന്ത്രപ്പോളജി ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാണ്. അതുപോലെ ഹിസ്റ്ററി ചോദിക്കാം, എക്കണോമിക്സ് ചോദിക്കാം. അപ്പോൾ ഏതും അതിൽ ചോദ്യം വരാം. മിക്കവാറും അതിൽ നിന്ന് 1 വേർഡ് ആൻസർ അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആ ഭാഗത്ത് നിന്ന് കാണാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് ടേംസ്, കൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസസ് ഇൻ സോഷ്യോളജി. എന്തൊക്കെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് PYQ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, 8 മാർക്കിന് ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് എസ്സേ എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണവും പലപ്പോഴും 6 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഷോർട്ട് എസ്സേ 6-5 മാർക്കിനൊക്കെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ ക്ലാസ് ആൻഡ് കാസ്റ്റ് അല്ലേ, ക്ലാസ് ഓർ കാസ്റ്റ്, ഇതും നമുക്ക് കൃത്യമായിട്ട് ചോദ്യം വരാറുണ്ട്. ഇതിന്റെ ഡിഫറൻസിയേഷനൊക്കെ ചോദ്യം പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയയും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് എസ്സേക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇനി അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത്, അല്ലെങ്കിൽ എസ്സേ ആയിട്ട് വരാറുള്ളത്? ഒന്ന്, കുടുംബത്തിന്റെ ഡിഫറെന്റ് ഫോംസ് അല്ലെങ്കിൽ ഫാമിലിയുടെ ഡിഫറെന്റ് ഫോംസും അതുപോലെ തന്നെ ഫോംസ് ഓഫ് മാരേജ്. ഈ 2 ഏരിയയും എസ്സേ ടോപ്പിക് ആണ്. നമുക്കറിയാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 8 മാർക്കിന്റെ ചോദ്യമായിട്ട് പലപ്പോഴും വരാറുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ്, ചില ആളുകൾക്കൊക്കെ ചില +1 സ്കൂളുകളിലൊക്കെ എന്തേ ഉള്ളൂ, ഈ 3 ചാപ്റ്റേഴ്സ് എക്സാമിനുള്ളൂ. ചില സ്കൂളുകളിലൊക്കെ എന്തുണ്ട്, 4ാമത്തെ ചാപ്റ്ററും കൂടി ഉള്ളതുകൊണ്ട് ജസ്റ്റ് 4ാമത്തെ ചാപ്റ്ററിലെ എസ്സേ ടോപ്പിക്സും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഒരു ഇതിൽ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ, സംസ്കാരത്തിന്റെ വിവിധ മാനങ്ങൾ എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, സാമൂഹികവൽക്കരണത്തിന്റെ വിവിധ ഏജൻസികളും എന്താണെന്നുള്ളതും എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ആൻസേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിട്ട് നമ്മൾ എന്തുണ്ട്, ലൈവിലുണ്ടായിരിക്കും. അപ്പോൾ ലൈവിലൊക്കെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ എസ്സേക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ പഠിച്ചു വരിക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഒക്കെ എവിടെ ഉണ്ടാവും, ലൈവുകളിലൊക്കെ ആയിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ ചാപ്റ്റർ ഡിസ്കഷനിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ കിട്ടും. ഇപ്പോൾ അത് മാത്രമല്ല ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ്സേ ചോദിക്കുന്ന ഏരിയ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും +1കാരോട് പറയാനുള്ളത്, നമുക്ക് കുറച്ച്
ടേംസ് ഒക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. സോഷ്യോളജി നമുക്ക് കേൾക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പഠിക്കാനൊക്കെ പറ്റും, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എഴുതുന്ന സമയം വരുമ്പോഴേക്കും പലപ്പോഴും കൺഫ്യൂഷൻ ആവും, വാക്ക് കിട്ടാതെ ആവും. അപ്പോൾ അതായിരുന്നോ ഇതായിരുന്നോ എന്നുള്ളൊരു സംശയമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നല്ല പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും എസ്എ ക്വസ്റ്റ്യനൊക്കെ ഒരു 4-5 വരിയിലൊക്കെ തീർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് കാണാറുണ്ട്. 8 മാർക്കിൻ്റെ ചോദ്യത്തിനൊക്കെ 4-5 വരിയിലൊക്കെ ഉത്തരം എഴുതി വരേണ്ടി വരുന്നത്. കാരണം അവർക്ക് ഐഡിയ മനസ്സിലുണ്ട്, പക്ഷെ എഴുതാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അതിന് ഇതേ വഴിയുള്ളൂ, കൃത്യമായിട്ട് ടോപ്പിക്സ് എഴുതി വയ്ക്കുക. ഇതിലുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തു എന്നുള്ളത് നോക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ടൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓണം എക്സാമിന് നിങ്ങളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്ത് മതി, ബാക്കി ക്രിസ്മസ് എക്സാമിന് ഇത്രയും പോർഷൻസ് നിങ്ങൾ ഓക്കെ ആയി, ഇനി ഇതിൻ്റെ ബാക്കി മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ ഇപ്പോഴേ പഠനം തുടങ്ങുക, ഈ രീതിയിൽ തന്നെ പഠനം തുടങ്ങുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ലൈവിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.